Hello, good evening. Hello, good evening, dears. ഞാൻ ഓഡിബിൾ അല്ലേ? ഗുഡ് എന്നെ ഈവനിങ് മാം. ആ, ഓക്കെ. ഞാൻ റിപ്ലൈ കാണാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കേൾക്കുന്നില്ല, സൗണ്ട് ഓക്കെ അല്ലാന്ന്. ഓക്കെ. അപ്പോൾ പറ്റുന്നവര് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ അത്രയും നല്ലൊരു ടോപ്പിക്കാണ്, എപ്പോഴും എൻ്റെ എവർ ഫേവറേറ്റ് ടോപ്പിക്കാണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും തന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നന്ദി പറയുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നിന്നുള്ള എന്താ പറയാ, നമ്മളെ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് നമ്മളോട് ഗ്രേറ്റ്ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് ഇരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ക്യാമറയിലൊക്കെ വന്ന് സെഷനിൽ അറ്റൻഡീവ് ആയിട്ടിരിക്കുക കേട്ടോ. വീഡിയോ ഓണാക്കാൻ പറ്റാത്തൊരു പ്രശ്നമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. എന്നാലും നിങ്ങൾ വന്ന ഈ ഒരു മൊമെന്റിൽ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ടൈം ആൻഡ് എഫേർട്ട്, നിങ്ങളുടെ ടൈം എന്നാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. സമയം, ഒരാൾക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. സമയം നിങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു. അപ്പോൾ എല്ലാവരും ഞാൻ ഈ സെഷനിലേക്ക്, വെബിനാറിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒറ്റ കാര്യം ചോദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ടും പറയാം കേട്ടോ. എന്താണ്, വാട്ട് ഇസ് ദ വൺ തിങ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാനുള്ള, നന്ദി പറയാനുള്ള, ഓക്കെ കൗളുന്ന, നന്ദി പറയാനുള്ള, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനുള്ള ഒരു സംഗതി. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, എല്ലാം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് വൺ തിങ്, ഒരു കാര്യമെങ്കിലും ഉണ്ടാകും. അതൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നന്ദിയോടെ ഇരിക്കാൻ പറ്റുന്ന. യെസ്, ഐ എം ലൈഫ്, ഗ്രേറ്റ്. അല്ലെ, ഈ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ, ഈ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ റിയലി ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ ബാക്കിയുള്ളവർ, വേറെ ആർക്കും എന്തൊക്കെയാണുള്ളത്? നിങ്ങൾ ഈ ഒരു നിമിഷം നന്ദിയിലായിരിക്കാൻ, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ, നന്ദിയോടെ സ്മരിക്കാനുള്ള ഒരു സംഗതി. ഹെൽത്ത് ഓക്കെ ആണ്. ദെൻ പിന്നെന്താണുള്ളത്? ഈ ഒരു ശ്വാസം, എൻ്റെ മകൻ, മാഷാല്ലാ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹെൽത്ത് ഓക്കെയാണ്, ലൈവാണ്, മകന്, ശ്വാസം, എല്ലാം നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനുള്ള സംഗതികൾ തന്നെയാണ്, അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ തന്നെ, ഞാൻ ആ വോയിസിൽ പറഞ്ഞ പോലെ, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് അറിയുന്നവര്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവര്, ഇനി അതും അല്ലെങ്കിൽ എന്താ പറയാ, വെറുതെ എങ്കിലും നമ്മൾ മറ്റുള്ളവരോട് താങ്ക് യു എന്ന് പറയുന്ന വേർഡ് നമ്മൾ പറയുന്നവരാണ് നമ്മളൊക്കെ തന്നെ. നന്ദി ഉള്ളവർ, നന്ദിയോടെ ഇരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്രാക്ടീസ്, അല്ലെങ്കിൽ നന്ദിയോടെ ഇരിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ആ കോഴ്സിൽ ഒരു ടൂൾ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതൊന്നും അല്ല. നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ഹീൽ യു. അതായത് ഗ്രാറ്റിറ്റ്യൂഡിന് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ സുഖപ്പെടുത്താന്ന് പറഞ്ഞാല്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, അല്ലെ? നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകും. അത് ചിലപ്പോൾ പരാതികളാകും, ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് തരത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക തലത്തിലോ, ഹെൽത്ത് പരമായിട്ടോ, മാനസികപരമായിട്ടോ, പേഴ്സണൽ ലൈഫിലോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലോ, എവിടെ ആയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ, പരാതികളോ, കുഴപ്പങ്ങളോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് തരം ഡിസീസസ് എന്ന് പറയാം, അസുഖങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാണ്, ഒന്നുകൂടെ നിങ്ങളിപ്പോൾ സെഷനിൽ കയറണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു റിമൈൻഡർ കൊടുത്തിട്ട്, ഈ ലിങ്ക് ഒന്ന് കൊടുത്തിട്ട് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും അവർക്ക് ഒരു എന്തെങ്കിലും ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി കിട്ടുന്ന ഒരു സെഷൻ ആയിരിക്കും തീർച്ചയായിട്ടും. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ റിമൈൻഡർ കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ എന്താ പറയാ, പറ്റുന്നവർക്ക് ഈ ലിങ്ക് ഒന്നുകൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സെഷനിൽ വരാൻ പറയാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്, പലതരത്തിലുള്ള ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്നവരാണ് നമ്മൾ. പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും എവിടെയെങ്കിലുമൊക്കെ. അപ്പൊ എന്നിട്ട് ആ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടണം, ആ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, അതിനു വേണ്ടി നമ്മൾ പരക്കം പായാറുണ്ട്, അല്ലേ? ഇന്നത്തെ മനുഷ്യന്മാരുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഒരാളോട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു, അല്ലെ? എപ്പോഴും പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആണെങ്കിൽ പറയുന്ന ഒരു വേർഡാണ് കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മുടെ അവസ്ഥയും ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ നടത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം ഉണ്ടായിട്ടും, ശ്രദ്ധിക്കണം, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കൊക്കെ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
എന്തൊക്കെയോ നമുക്കുണ്ട്, പക്ഷേ നമ്മുടെ ഒരു തോട്ട് പോകുന്നത് എന്തൊക്കെയോ ഇല്ല, അല്ലേ, എന്തൊക്കെയോ ഇല്ല, എനിക്കിതൊന്നും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് പലർക്കും പറയാനുണ്ട്. അവിടെയാണ് ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു എന്ന് പറയും. ആ കുഴപ്പമില്ല എന്നുള്ള ആൻസർ ആണ് എല്ലാവർക്കും പറയാനുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ സുഖപ്പെടുത്തുന്നതിലേക്ക്, ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ഹീൽ ആവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അസുഖം ഹീൽ ആവുക എന്ന് പറഞ്ഞാൽ അസുഖം ഭേദമാവുക, അല്ലെ അസുഖം സുഖപ്പെടുക, അല്ലെങ്കിൽ ഒരു പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടാൽ ഒരാളുടെ ലൈഫിൽ ഹീലിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് ശമനം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ വേദന എന്തോ ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസിക തലത്തിലോ ശാരീരിക തലത്തിലോ പ്രൊഫഷണൽ ആയിട്ടോ എന്തും ആവട്ടെ, ഒരു വേദന, ഒരു പെയിന്, അല്ലെ, ആ പെയിന് ശമിക്കുമ്പോഴാണ്, ഇല്ലാതാകുമ്പോഴാണ് ആ വ്യക്തി പറയാ ഞാൻ ഹീലായിട്ടുണ്ട്, അല്ലെ. ആ അവസ്ഥയിൽ എത്തുന്ന സമയത്താണ് പറഞ്ഞാൽ ഹീലായി, എന്റെ വേദന മാറി, അങ്ങനെയാ പറയാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദന ഏത് തരത്തിലും ആവാം, പക്ഷെ അവിടെ വേദന ശമിപ്പിക്കുന്നതിൽ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആ വേദന ശമിപ്പിക്കുന്നതിൽ ഗ്രാറ്റിറ്റ്യൂഡിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീലിംഗ് നടക്കുമോ? നമ്മളൊക്കെ ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഹീലിംഗ് നടക്കാൻ, വേദന ശമിപ്പിക്കാൻ, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ വേദന ശമിപ്പിക്കുക, വേദനയെ നമ്മൾ ക്യൂർ ചെയ്യുക, വേദന എന്തും ആവാം. അപ്പൊ അതിന് ഗ്രാറ്റിറ്റ്യൂഡിന് എന്താ പങ്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല, ചെറിയൊരു പങ്കൊന്നുമല്ല ഗ്രാറ്റിറ്റ്യൂഡിനുള്ളത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് കേവലം നന്ദി എന്ന് പറയുന്ന ഒരു 2 അക്ഷരമോ താങ്ക് യു എന്ന് പറയുന്ന 2 വാക്കോ അല്ല, അല്ലേ. നമ്മൾ ടൂളായിട്ട് ട്രാൻസ്ഫോർമേഷൻ ജേണിയിലൊക്കെ ലൈഫിന്റെ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ആ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ടൂളായിട്ട് പലരും ടാസ്കുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ആ നല്ല മാറ്റമുണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. പിന്നെ ഒരു പീരീഡ് കഴിഞ്ഞ് അതങ്ങോട്ട് ഇല്ലാണ്ടാക്കുമ്പോൾ, ആ ടൂൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുമ്പോൾ ആ വീണ്ടും പഴയ പോലെ ആയി, ആ ടൂൾ യൂസ് ചെയ്ത സമയത്ത് നല്ല മാറ്റം ഉണ്ടായിരുന്നു, വീണ്ടും പഴയ പോലെ ആയി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ കാലത്തിലേക്ക് നമ്മളോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞൊരു സംഗതിയാണോ? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമ്മൾ എപ്പോഴും ഒരു ടൂളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്ന് പറയും, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ചില മൊമെന്റിൽ ചിലർക്ക് പ്രാർത്ഥനയായിട്ട് മാറാറുണ്ട്, അല്ലെ. നമുക്ക് ചില വ്യക്തികളോട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന, ഗ്രാറ്റിറ്റ്യൂഡിന്റെ പീക്ക് മൊമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു എന്ന് പറയുമ്പോൾ ആ താങ്ക് യു ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് പോലും മാറാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജലാലുദ്ദീൻ റൂമിയുടെ അടുത്ത് വന്നിട്ട് ഒരു ശിഷ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ചെറിയ വാക്കിൽ പ്രാർത്ഥന, അല്ലെ, പ്രാർത്ഥന ഏറ്റവും ചുരുക്കി എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ റൂമി പറഞ്ഞത് താങ്ക് യു എന്നാണ്. അതിനേക്കാൾ ചെറിയ, അല്ലെ, അതിനേക്കാൾ ചെറുതായിട്ട് പ്രാർത്ഥനയെ ചുരുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ട് പ്രാർത്ഥന ഇല്ല എന്നത്, അതൊരു സെൻസും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയമില്ലെങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്തവരുണ്ടാവും, അല്ലെ, പക്ഷെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിങ്ങൾ ആവുന്ന സമയത്ത് യു ആർ ഓൾവേസ് ഇൻ പ്രെയർ എന്നാണ്. അപ്പൊ ആ ഒരു മൊമെന്റ് എളുപ്പത്തിൽ എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി. അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. നമുക്ക് എന്തിനോടും ഗ്രേറ്റ്ഫുൾ ആകാം. താങ്ക് യു എന്ന വാക്ക് നമുക്ക് പറയാം ബൈ വേർഡ്. ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ താങ്ക് യു കേട്ടോ, നന്ദിയുണ്ട് കേട്ടോ, മനസ്സിൽ ഫീൽ ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയായി ആ നന്ദിയെ ആരോടാണോ നമ്മൾ പറയാനുള്ളത് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ലൈഫിൽ എന്താ പറയാ, അതൊരു യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡായി മാറുന്നതും അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആകുന്നതും എന്താ പറയാ, അത്ഭുതങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നതും. സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പല പ്രശ്നങ്ങൾ എങ്ങനെയാ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഒരു സംഗതി, ഒരു ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നത് എപ്പോഴാ? എവിടുന്നാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? പ്രശ്നങ്ങൾക്ക് ഒരു സ്രോതസ് ഉണ്ട് കേട്ടോ. ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് പ്രശ്നങ്ങൾ. ഇല്ല എന്ന ഫീലിംഗിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇല്ല എന്ന തോന്നൽ കൊണ്ട്, ലാക്കിംഗ് എന്ന ഫീലിംഗ് കൊണ്ട്, ലാക്കിംഗ് എന്ന് പറയാം നമുക്ക്, ആ അവസ്ഥയിൽ നിന്ന്, ആ ഒരു തോന്നലിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ പല പ്രശ്നങ്ങളും. ആ തോന്നലാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും തോന്നലല്ല, എല്ലായിട്ടല്ല ഇല്ല എന്ന് പറയുന്നത്. അത് തോന്നല, യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ആ
ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാണ്, ഇല്ല എന്നതിനെ നമുക്ക് എടുത്തു പറയാണ്, അല്ലേ? അതെന്തും ആവാം. ആ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബന്ധങ്ങളാണെങ്കിൽ എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെ, എൻ്റെ ബന്ധങ്ങളിൽ ഒരു സമാധാനം ഇല്ല, എല്ലാം ഉണ്ടായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ, ആ മാനസികാവസ്ഥയിലാണ് മനുഷ്യന്മാർ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പലരും, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ബന്ധങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഫിനാൻസ് ആയിട്ടാണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് ഇല്ല, ശാരീരികമായിട്ടാണെങ്കിലും നമുക്ക് ഇല്ലാന്ന്, ഇനിയിപ്പോൾ സൗന്ദര്യമാണെങ്കിലും നിറമാണെങ്കിലും പൈസയാണെങ്കിലും ഇല്ലാന്ന് എപ്പോൾ തോന്നുന്നോ അവിടെ നമുക്ക് പ്രശ്നങ്ങളാണ്, അല്ലേ? പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന അപ്പോഴാണ്. അപ്പോൾ അത് അത് മാനസിക തലത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യാം, മനസ്സിന്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളൊരു സംഭവം. അപ്പൊ അവിടെ എന്തായി? അസുഖമായി, മനസ്സിന്റെ പ്രശ്നമായി അത്. പിന്നീട് അത് ശരീരത്തിന്റെ തലത്തിലേക്ക് റിഫ്ലക്ട് ചെയ്ത് ശരീരത്തിനും ചിലപ്പോൾ അസുഖങ്ങൾ വന്നേക്കാം. അപ്പൊ ഇല്ല എന്ന ഫീലിംഗ് ഞാൻ ഒരു ചോദ്യം ഇതാണ്, ഇല്ല എന്ന ഫീലിംഗ് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇല്ല എന്ന ഫീലിംഗ് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന ഫീലിംഗ് തീർച്ചയായിട്ടും നിങ്ങളെ സ്വസ്ഥമാക്കൂലേ? യെസ് ഓർ നോ? ആക്കുമോ ഇല്ലയോ? ചാറ്റ് ബോക്സ്, നിങ്ങൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ആയിരിക്കുമല്ലോ, യെസ് അല്ലെ? ഇല്ല എന്നുള്ള ഫീലിംഗ് നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയുന്ന ഫീലിംഗ് നമുക്ക് സ്വസ്ഥത തരും. ഇവിടെയാണ് തീർച്ചയായിട്ടും ഇവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ റോള്. നമ്മുടെ ഇല്ലായ്മയിലേക്കുള്ള ഫോക്കസ് ആണ് ഇല്ല എന്ന ഫീലിംഗ്. ആ ഇല്ലായ്മയിലേക്ക് നോക്കുന്നതാണ് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇല്ല, വീണ്ടും വീണ്ടും ഇല്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉള്ളതിനെ കൂടി കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഉള്ളത് അവിടെ ഇല്ല എന്നല്ല, ഉള്ളത് അവിടെ ഇല്ല എന്നല്ല, പക്ഷെ ഉള്ളതിന് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? നമ്മുടെ ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇല്ലായ്മയിലേക്കാണ്. അപ്പൊ ഉണ്ടായിട്ടും ഇപ്പൊ അവിടെ എങ്ങനെ ഹീലിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചു ശ്രദ്ധിക്കണം. നമുക്ക് ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള, ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഗ്രാറ്റിറ്റ്യൂഡ് ഒരു തെറാപ്പിയെയോ ഒരു മെഡിക്കൽ കെയറിനെയോ അതിനോ പകരം നിൽക്കുന്ന സംഗതിയല്ല, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ പിന്നെ ഒട്ടും ഹോസ്പിറ്റലിൽ പോകണ്ട, ഒരു മരുന്നും കഴിക്കണം, അല്ലെങ്കിൽ ഒരു തെറാപ്പി അങ്ങനെയൊന്നും അല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും ഒരു തെറാപ്പിയെയോ ഒരു മെഡിക്കൽ കെയറിനെയോ റീപ്ലേസ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നർ സിസ്റ്റത്തിനെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് സ്ട്രെങ്തൻസ് ദ ഇന്നർ സിസ്റ്റം, ദ തെറാപ്പി ആൻഡ് ഹീലിംഗ് റിലേ, അല്ലെ? ആ തെറാപ്പിയും ഹീലിംഗും ഒക്കെ പലപ്പോഴും വർക്ക് ചെയ്യണമെങ്കിൽ കൂടി വി നീഡ് ടു ഹാവ് എ സ്ട്രോങ് ഇന്നർ സിസ്റ്റം. ആ ഒരു ഇന്നർ സിസ്റ്റം നമുക്ക് വേണം. ആ ഇന്നർ സിസ്റ്റത്തെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് തന്നെ പറയാം, മൈൻഡ് സ്റ്റേറ്റ് എന്ന് തന്നെ പറയാം. അതിനെ ആ മരുന്നിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ, ഡോക്ടറിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥ, എന്തിനേറെ പടച്ചോനിൽ പോലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട് ചില സമയത്തൊക്കെ. എന്തിനാ പടച്ചോനെ ഇതെനിക്ക് തന്നത് എന്നുള്ളത് ഒരു ചോദ്യത്തോട് കൂടി. അപ്പൊ ആ ഒരു ഇന്നർ സിസ്റ്റം ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ അവിടെ മെന്റൽ റിക്കവറി സംഭവിക്കുന്നത്, മെന്റൽ റിക്കവറി എപ്പോഴാണ് സംഭവിക്കുക? മൈൻഡ് ഫീൽ സേഫ്, മനസ്സിന് സേഫ്റ്റി ഫീൽ ചെയ്യുമ്പോൾ, ഞാൻ സേഫ് ആണ്, ഞാൻ ഓക്കെ ആണ്, ഞാൻ കംഫർട്ട് ആണ് എന്ന ഫീലിംഗ് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് മനസ്സും ശരീരവും, അല്ലെ? മനസ്സും ശരീരം എന്ന് വെച്ചാൽ രണ്ടും രണ്ടല്ല. നിങ്ങളുടെ ശരീരം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് കാണിച്ചതാ. ഇന്ന പൊസിഷനിലാണ്. ഹൃദയമാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ന് പറയാം, കൈ എവിടെയാന്ന് പറയാം. ഇതേപോലെ എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല മനസ്സ്. എന്നാൽ ഇത് ശരീരം എവിടെയൊക്കെ ഉണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ സെല്ലുലാർ മെമ്മറി എന്ന് പറയുന്ന, നമ്മുടെ ഓർമ്മ എന്ന് പറയുന്ന നമ്മുടെ മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് ആണ് ഫിസിക്കൽ ഹെൽത്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് മെന്റൽ റിക്കവറി സംഭവിക്കണമെങ്കിൽ മൈൻഡ് മസ്റ്റ് ഫീൽ സേഫ്റ്റി, അല്ലെ? മനസ്സിന് സേഫ്റ്റി ഫീൽ ചെയ്യണം, സുരക്ഷിതത്വം ഫീൽ ചെയ്യണം, ഉണ്ട് എന്നുള്ള ഫീലിംഗ് ഫീൽ ചെയ്യണം, ഉണ്ട് എന്നുള്ള അവസ്ഥയിലാകണം. ആ ഒരു സേഫ്റ്റി ഫീല് ചെയ്യിപ്പിക്കുന്ന, ഉണ്ട് എന്ന അത് മിഥ്യാധാരണയൊന്നല്ല, ഇല്ലാത്തതിനുണ്ടാക്കലും അല്ല, ഉള്ളതിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യും. ആ സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റലി നമ്മൾ ഓക്കെ ആവുന്നത്. ആ ഓക്കെ ആവുന്ന സമയത്താണ് നമ്മുടെ ബോഡി ക്യൂർ ആവുന്നത്. ഇങ്ങനെ നമ്മൾ ആ സ്റ്റേറ്റ് ആക്സസ് ചെയ്യുമ്പോഴാണ്
അല്ലേ? അധികം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും മെന്റലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ചിലപ്പോൾ ആങ്സൈറ്റി ആവാം. ഒരുപാട് ആളുകൾക്ക് ഡിപ്രഷൻ വരാറുണ്ട്, ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്, ബേൺ ഔട്ട് ആവാറുണ്ട്, അല്ലേ? മെന്റലി ഫാറ്റിക് ആവാറുണ്ട്, ട്രോമാസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ പലപ്പോഴും ക്രോണിക് ആയിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഇല്ല എന്ന ഫീലിംഗ്, അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള ഫീലിംഗ്, ആ ഫീലിംഗിൽ നിന്ന് ആ ഉണ്ടാവുന്ന അവസ്ഥകളാണെങ്കിൽ അതിനെ ക്യൂർ ചെയ്യണമെങ്കിൽ, ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ അതിന് കൊടുക്കണമെങ്കിൽ അത് നടക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ മാത്രമാണ്. അതിന് വേറെ ഒന്നിനും നമുക്ക് അവിടെ നമുക്ക് ഫൊർഗീവ്നെസ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കൂടി അതിലേക്കൊക്കെ നമുക്ക് എത്തിക്കുന്ന എപ്പോഴും ഉണ്ട് എന്നുള്ള ഫീലിംഗേ നമ്മളെ ആ നിറവിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലേ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കൂടെയുള്ളവര്, നമ്മുടെ ചുറ്റുപാടുള്ളവര്, നമ്മൾ ഐസൊലേറ്റഡ് അല്ല, നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, ഇല്ലേ? ഒരുപാട് ആളുകളുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന കാണുന്ന വ്യക്തികള്, അപ്പൊ അവരെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പരാതിപ്പെടാനുള്ള, നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെ ഒരുപാട് ആളുകൾ പക്ഷെ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകും, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദനയും ചിലപ്പോൾ അവർ തന്നെയായിരിക്കും. അവര് ഒന്ന് അല്ലെ, അവരൊന്ന് മാറി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവര് പിന്നെ എന്താ പറയാ, അവര് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിനെയൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് അതിങ്ങനെ നെഞ്ചിലേറ്റി നമുക്കുള്ള സന്തോഷത്തിനെയൊക്കെ ഇങ്ങനെ മരവിപ്പിച്ച് ആ അവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകുന്ന നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിതൊന്നും അറിയാത്ത അവസ്ഥയിൽ അവർ ചിലപ്പോ നല്ല രീതിയിൽ ജീവിച്ചങ്ങനെ പോകുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒക്കെ എനിക്ക് പറയാം, അപ്പൊ ആ ഒരു ഇല്ലാത്ത ആ റിലേഷൻഷിപ്പ് പോലും ഇല്ലാത്ത, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റിലുള്ള വ്യക്തികൾ ഇങ്ങനെയൊക്കെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ എന്ന് പറയുന്ന, ഇല്ല ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മളാകുന്ന ഒരു മനുഷ്യൻ ഒരു കണ്ണിയാണ്, അല്ലേ? നമ്മൾ ആകുന്ന ഒരു കണ്ണിയെ ജീവിതമാകുന്ന ഒരു ചങ്ങലയോട് ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് കണ്ണികളാണ് നമുക്ക് ചുറ്റിലുള്ളവർ. മനസ്സിലാവുന്നുണ്ടാവും? നമ്മൾ വെറും ഒരൊറ്റ കണ്ണിയാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഞാൻ എല്ലാം ആണ് എന്ന ഫീലിംഗ് ഉണ്ടെങ്കിൽ കൂടി, ഞാൻ എന്ന് പറയുന്ന ഒറ്റ കണ്ണിയെ, ഞാനെന്ന് പറയുന്ന ഒറ്റ കണ്ണിയാ, ആ ഒറ്റ കണ്ണി ചേർന്ന് കഴിഞ്ഞാല് ജീവിതം ഉണ്ടാവൂല. ആ കണ്ണിയെ ബന്ധിപ്പിച്ച് നിർത്തുന്ന, അല്ലെങ്കിൽ ആ കണ്ണിയെ ജീവിതമാകുന്ന വലിയൊരു ചങ്ങലയോട് ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് കണ്ണികളാണ് നമുക്ക് ചുറ്റിലുള്ളവർ. ചുറ്റിലുള്ളവരെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കാണുന്നവരും ഉണ്ട്, കാണാത്തവരും ഉണ്ട്. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാമേ. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലേ? അല്ല, നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഒരു വസ്ത്രം, നമ്മൾ നടന്നു പോകുന്ന വഴികൾ, നമ്മൾ താമസിക്കുന്ന വീട്, ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ കൈകൾ, നമ്മൾ പണം ചെലവാക്കിയിട്ടുണ്ടാകും. പക്ഷെ ഇതൊന്നും സൃഷ്ടിച്ചെടുത്തതോ ഉണ്ടാക്കിയെടുത്തതോ ഈ രൂപത്തിൽ ആക്കിയെടുത്തത് നമ്മളാണോ? നമ്മളല്ല. പക്ഷെ ഇതിന് മുന്നിൽ ഒരുപാട്, ഇതിന് പിന്നിൽ ഒരുപാട് കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈകളോടോ ഈ പ്രകൃതിയോടോ ആ മനുഷ്യരോടോ നന്ദി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എന്തെങ്കിലും ഒരാൾ നമ്മുടെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ നന്ദി എന്ന് പറയായിരിക്കും. പക്ഷെ ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ കാണാത്ത തലത്തിൽ നമുക്ക് വേണ്ടി ഒരുപക്ഷെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ട അരി ഉണ്ടാക്കാൻ, അല്ല നമുക്ക് വേണ്ട അങ്ങനത്തെ പല വസ്ത്രം ഉണ്ടാക്കാൻ പലരും പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇടുന്ന സമയത്ത് ഇത് ആരുടെയൊക്കെയോ കൈകളിലൂടെ വന്ന സംഗതിയാണ്, ആരൊക്കെയോ ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് വെറുതെ എങ്കിലും നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് ഉണ്ടാകും, അല്ലെ? ആ ഉള്ളിന്റെ ഉള്ളില് ആ ഡ്രസ്സ് അണിയുന്ന സമയത്ത്, ആ ഭക്ഷണം കഴിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഞാനെന്ന് പറയുന്ന ഈ ഒരു മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ ഇത്രയും കാലം സുഖാവസ്ഥയിൽ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിലാണ്, ആ സ്റ്റേറ്റിലാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ മൈൻഡ് സ്റ്റേറ്റിലാണ് നമ്മൾ. അവിടെ നമുക്ക് ഇങ്ങനെ ഒരൊറ്റ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്, അല്ലേ? ആ നിങ്ങളുടെ ഉള്ളില് ആ നിറവ് ഉണ്ടാകുമ്പോഴാണ്, ആ നിറവിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുറിവിനെ ഉണക്കാൻ പറ്റൂ. നിറവിൽ നില്ലാതെ, ശൂന്യതയിൽ നിന്നുകൊണ്ട് നമുക്കത് കഴിയില്ല. ആ നിറവാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
അല്ലേ? ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മളൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വേറെ ഒന്നും വേണ്ട, പുറത്തേക്കോ ലോകത്തിലേക്കോ ഒന്നും നിങ്ങൾ നോക്കണ്ട. നമ്മളിലേക്ക്, നമ്മളുടെ ശരീരം പോലും നമുക്കൊരു പാടാണ്. നമുക്ക് ഒരുപാട് സംഗതികൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മുടെ ബോഡി പോലും. അല്ലേ? കൈക്ക് ഒരു വേദന വന്ന് കൈ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൈ ഒരു കെട്ടുമായിട്ട് നിൽക്കുമ്പോൾ, ഹൃദയം ഒരിക്കലും വിചാരിക്കുന്നില്ല കൈ റെസ്റ്റ് എടുക്കല്ലേ, എന്നാ പിന്നെ ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നമ്മുടെ ഹൃദയം ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ നമ്മള്? അപ്പൊ രാപ്പകലില്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷെ അതേസമയം നമ്മുടെ ചുറ്റുപാടിലാണെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാളൊന്ന് ഒഴിപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ അയാൾക്ക് ചെയ്തുകൂടെ, അയാൾ എന്താ ചെയ്യാത്തത്, അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ അതുപോലും പലപ്പോഴും നമുക്ക് കാണാനോ എനിക്കിത് ഉണ്ട് എന്നോ, അല്ലെ, ആ ഉണ്ട് എന്ന, അല്ലെ, നമ്മളിപ്പോ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു വെള്ളം നമുക്ക് ദാഹിക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം അറിഞ്ഞ് നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു ബുക്ക് എടുക്കുക, നമ്പർ 1 എൻ്റെ ഇന്നതിന് നന്ദി, എൻ്റെ ഇന്നതിന് നന്ദി, അത് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വെള്ളം കുടിച്ചാലും കുടിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ശരീരം ഒരു ഒരു മൊമെന്റ് പോലും, അല്ലെ, നമ്മുടെ കിഡ്നി ആയാലും എന്തായാലും ഒരു മൊമെന്റ് പോലും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കാറില്ല. അതേസമയം, അല്ലെങ്കിൽ ഇന്ന പണിയിലെ ഹാർട്ട് വിചാരിക്കാറില്ല ഇങ്ങോട്ട് ബ്ലഡ് എത്തിക്കട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ബ്ലഡ് എത്തിക്കാം എന്ന് വിചാരിക്കാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇന്ന പണി ചെയ്ത് തീർക്കട്ടെ എന്നിട്ട് വെള്ളം കുടിക്കാം, അല്ലെ എന്നിട്ട് ഇന്നത് ചെയ്യാം. ഇൻഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? നന്ദികേടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിനുള്ളിൽ ഒരു നന്ദി ഉണ്ട്, ഇതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ് ഉണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ ആയി മാറുന്നത്. ഇതൊക്കെ പോട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, നമ്മൾ ജനിച്ചൊരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച സമയത്ത് സത്യം പറഞ്ഞാല്, അല്ലെ, ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ നമ്മളെ നാണം മറയ്ക്കാൻ ഒരു തുണി പോലും ഇല്ലാതെ ഭൂമിയിലേക്ക് വന്നവരാ നമ്മള്. ഒന്നുമില്ലാതെ ഭൂമിയിലേക്ക് വന്ന നമ്മള് അവിടുന്ന് ഇത്രത്തോളം ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം നമ്മൾ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെയൊക്കെ കണക്ക് ആരുടെങ്കിലും കയ്യിലുണ്ടോ? ഇതിന്റെയൊക്കെ കണക്ക് നമുക്ക് ഒരുപാട് കണക്കുണ്ട്, ഇല്ലേ? നമുക്ക് കിട്ടാത്തതിന്റെ ഒരുപാട് കണക്ക് നമ്മുടെ കയ്യിലുണ്ട്, തരാത്തതിന്റെ ഒരുപാട് കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. സത്യല്ലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മുടെയൊക്കെ കയ്യിൽ കണക്കുകളുണ്ട്, കിട്ടാത്തതിന്റെ, തരാത്തതിന്റെ, നഷ്ടപ്പെട്ടതിന്റെ. ഈ കണക്ക് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആ ഒന്നുമില്ലാത്ത വന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ ഉപയോഗിച്ചു പോയ റിസോഴ്സസ്, ഈ പ്രകൃതിയിൽ നമുക്കായി ഒരുക്കി വെച്ച് നമ്മൾ ഉപയോഗിച്ചു പോയ, അല്ലെ, ഈവൻ ശ്വാസം പോലും, നമ്മൾ കുടിച്ചിട്ടുള്ള വെള്ളം, അല്ലെ, ഇതിനൊക്കെ കണക്ക് ചോദിക്കാൻ നാളെ ഒരാൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഇതിനൊക്കെ നിങ്ങൾ പേയ്മെന്റ് നടത്തണം എന്നൊരവസ്ഥ നാളെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, വേറെ ഒന്നും ഒരു പ്രശ്നമേ ആവില്ല, വേറെ ഒന്നും അവിടെ ഉണ്ടാവില്ല, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡും വേണ്ടി വരും, ഒന്നും വേണ്ടി വരൂല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു സുഖാവസ്ഥയിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെ, നമ്മുടെ ഒരു പ്രശ്നവും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നൂല. ഇന്ന് നമ്മൾ സ്വസ്ഥമായിട്ട് നിങ്ങളുടെ വീടിനുള്ളിൽ, ഇപ്പൊ നല്ല തണുപ്പുള്ള സീസൺ അല്ലേ, നല്ല തണുപ്പുള്ള സീസൺ ആണ് അല്ലേ? ഈ തണുപ്പുള്ള സീസണിൽ നമ്മൾ നമ്മുടെ വീടിനകത്ത് ഒന്നോ രണ്ടോ പുതപ്പൊക്കെ പൊതിച്ചിട്ട് സുഖമായിട്ട് കിടന്നിറങ്ങുന്നുണ്ടെങ്കിൽ, ഇതില്ലാത്ത അവസ്ഥയിൽ തണുത്ത് മരവിച്ച് റോഡ് സൈഡിൽ കിടക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ ദുനിയാവിലുണ്ട്. അപ്പോഴും ഈ സുഖാവസ്ഥയിൽ കിടന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് അത് കിട്ടിയില്ലല്ലോ, അയാള് എന്തായിരിക്കും അത് അങ്ങനെ ചെയ്തത്, ഇയാൾ എന്തായിരിക്കും അങ്ങനെ ചെയ്തത്, അല്ലെ, ആ അമ്മായിയമ്മ എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, ഉപ്പ എന്തായിരിക്കും അങ്ങനെ ചെയ്തത്. ഈ ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത അവസ്ഥയിലേക്ക് നമ്മുടെ തോട്ട് പോകുമ്പോൾ അവിടെ ഉള്ളത് എന്താണ്? ലാക്കിംഗ് ആണ്, ഇല്ലായ്മയാണ്. അതും ഇത്രയും സുഖാവസ്ഥയിൽ. ഇപ്പൊ എല്ലാരും ഈ സുഖാവസ്ഥയിലാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പോലും, അല്ലെ, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ഏതെങ്കിലും കോളത്തിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കിട്ടാണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ ഈ കിട്ടുന്നതിന് നന്ദി പറയാതിരിക്കുമ്പോഴായിരിക്കും, അല്ലേ?
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സയന്റിഫിക് സൈഡ് ഓഫ് ഹീലിംഗ് ബൈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സൈഡ് ഓഫ് ഹീലിംഗ് ബൈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു തലത്തിൽ ഉള്ളതിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ, ആ നിറവിൽ നിൽക്കുമ്പോൾ ഉണ്ട് എന്നാ. അപ്പൊ ആ ഈ നമ്മളിങ്ങനെ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ ഇങ്ങനെ നമ്മൾ പരാതി പറയുമ്പോൾ, ഈ ഇല്ല എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ എവിടെയാ കൊണ്ടെത്തിക്കുക? ഇപ്പോ ഈ കണക്ക് നമ്മൾ വെച്ചിട്ടുള്ള കണക്ക് ഇപ്പോ പിന്നെ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, കേരള സിലബസിൽ ഹൈസ്കൂളിൽ 9th സ്റ്റാൻഡേർഡിൽ ഉള്ള ഒരു ചാപ്റ്ററാണ് ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, കുട്ടികളൊക്കെ അത് പഠിപ്പിക്കാൻ തുടങ്ങി. ഡെപ്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ കടം. ഒരു നൊബേൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള സെൽമ ലാഗലോഫ് എന്ന് പറയുന്ന റൈറ്റർ, അവരുടെ എന്താ പറയാ നൊബേൽ പ്രൈസ് വിന്നർ ആണ്. അത്രയും അത്രയും ഹൈ ലെവൽ എന്താ പറയാ ഇന്റലിജന്റ് ഉള്ള, അത്രയും ഹൈ പൊസിഷനിലുള്ള ആളാണ്. എന്നിട്ട് അവർക്ക് പക്ഷെ സമാധാനമില്ല. അവർക്ക് സമാധാനം ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഇല്ലായ്മയെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. അവര് ചിന്തിക്കുന്നത് ഈ നൊബേൽ പ്രൈസ് കിട്ടുന്ന തലത്തിലേക്ക് എന്നെ വളർത്തിയ സാഹചര്യങ്ങളെ, സിറ്റുവേഷൻസിനെ, എന്റെ ചിലപ്പോ അവർക്കുള്ള കഷ്ടപ്പാട്, എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടായിരിക്കും അവരെ ഇത്തരത്തിലുള്ള ഒരു വർക്ക് എഴുതാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ വർക്കിനോടും ആ കഷ്ടപ്പാടിനോടും തന്റെ ചുറ്റുമുള്ളവരോടെയും തന്നെ വളർത്തിയവരോടെയുമുള്ള കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടും, നന്ദിയുടെ കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടും എന്ന സമാധാനക്കേടാണ് അവർക്ക്. നമുക്ക് അങ്ങനത്തെ ഒരു സമാധാനക്കേടുമില്ല. അങ്ങനത്തെ ഒരു സമാധാനക്കേട് നമുക്ക് ആർക്കുമില്ല. എന്നെ വളർത്തിയ എൻ്റെ പാരൻസ്, എനിക്ക് ജന്മം നൽകിയ, എന്നെ വളർത്തിയ, അല്ലെ, എനിക്ക് ഒന്നും എവിടെ, അല്ലെ, നമ്മുടെ കാര്യങ്ങൾ എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ പാരൻസിനോട് നമുക്ക് പരാതിപ്പെടാനുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടെങ്കിൽ കൂടി, അല്ലെ, നിറം ഏതാണ്, കറുപ്പ് ഏതാണ്, വെളുപ്പ് ഏതാണ്, രാത്രി ഏതാണ്, പകൽ ഏതാണ് എന്നറിയാത്ത അവസ്ഥയിൽ നമ്മൾ നിന്ന സമയത്ത് നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന നമ്മുടെ പാരൻസ് എത്രത്തോളം അതിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് എന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ തുടങ്ങി ഓരോ സംഗതികൾ എടുത്തു നോക്കി കഴിയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ സ്പൗസ്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ വൈഫ്, നമ്മുടെ മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് തോന്നും, വല്ലാത്ത കുരുത്തക്കേട് എന്ന് തോന്നുമ്പോഴും ഈ കുരുത്തക്കേട് കാണിക്കാൻ എങ്കിലും ഈ മക്കൾ നമുക്ക് ഉള്ളത് കൊണ്ടല്ലേ. ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ. ഇനി കുരുത്തക്കേട് കാണിച്ച് ഇവരിങ്ങനെ ഓടി നടന്ന്, അല്ലെ, ചാടി ഇങ്ങനെ വരയ്ക്കാനും, അല്ലെ, ഈ ചുമരിലൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, വരയ്ക്കാൻ കൈകളില്ലാത്ത അവസ്ഥയിലാണ് ആ മക്കൾ ജനിച്ചിരുന്നതെങ്കിൽ, വേറൊന്നും ചിന്തിക്കേണ്ട, വരയ്ക്കാൻ കൈകളില്ലാത്ത അവസ്ഥയിലാണ് ആ മക്കൾ ജനിച്ചിരുന്നതെങ്കിൽ നമുക്ക് പരാതി ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് വേറൊരു പരാതിയായിരുന്നു ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് കൈകളും അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കിട്ടിയ മക്കളെ കുറിച്ച് നമ്മൾ പരാതി പറയേണ്ടതുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, ഉള്ളതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നേടുകയും ഇല്ലാത്തതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊരു തിയറിയാ. അതൊരു തിയറി മാത്രം, അതൊരു പ്രോമിസാ. അതൊരു പ്രോമിസും അല്ല, അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. ആ നിയമത്തിനനുസരിച്ചേ കാലം നമ്മളെ മുന്നോട്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു തിയറി, ഇതൊരു പ്രിൻസിപ്പിളാ. ഉള്ളതിൽ നിൽക്കുമ്പോഴാണ് ഇല്ലാത്തതും ഉള്ളതായിട്ട് മാറുക. ഉള്ളതിൽ നിൽക്കുമ്പോഴാണ് ഇല്ലാത്തതും, മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഉള്ളതിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഉള്ളതായിട്ട് മാറുക. ഇവിടെ ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ, ലൈൻ ചക്കർത്തും അസീദന്നക്കും എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഷുവർലി ഇൻക്രീസ് യു. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അധികരിപ്പിച്ചു തരും, വർദ്ധിപ്പിച്ചു തരും. അവിടെയാണ് ഉള്ളതിൽ നിൽക്കുമ്പോഴാണ് ഇല്ലാത്തതും ഉള്ളതായി മാറുന്നത്. ഇല്ലാത്തതിലേക്ക് നോക്കുമ്പോൾ ഉള്ളതും നഷ്ടപ്പെടും. ഇപ്പൊ എവിടെ നോക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ ചോയ്സാണ്, നമ്മുടെ ചോയ്സാണ്. ഇതേ ഈ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഷുവർലി ഇൻക്രീസ് യു എന്നുള്ളത് വെറും വാക്കുകളൊന്നല്ല. ഇതൊരു പ്രോമിസാ, ഇതൊരു വാഗ്ദാനമാണ്. ഇതൊരു ഞാൻ പറഞ്ഞൊരു പ്രോമിസ്, ഇതൊരു വാഗ്ദാനമാണ്, ഇതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് പഠിച്ചോ തന്ന വാക്കാണ്. ഈ തന്ന വാക്ക് പാലിക്കുന്നവനാ പഠിച്ചോൻ.
പക്ഷേ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോ നിറവ് മുറിവിനെ ഉണക്കും, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ഹീൽ യു എന്ന് പറയുമ്പോൾ നിറവ് മുറിവിനെ ഉണക്കുമെങ്കിൽ, നിറവിൽ നിൽക്കണമെങ്കിൽ ഉള്ളതിലേക്ക് നോക്കണം. അല്ലാതെ മുറിവിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കള് ഒരു കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവിലേക്ക് നോക്കുമ്പോ വീണ്ടും വീണ്ടും ഓ കൈ മുറിഞ്ഞില്ലേ, ആ വേദന കൂടുക ചെയ്യാം. വേർ അറ്റൻഷൻ ഗോസ് ദർ എനർജി ഫ്ലോസ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോ നമ്മള് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഒരു കണ്ണിയാണ്, ഒരു കണ്ണി. അപ്പൊ ഇവര് നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ട്, പലരും നമ്മൾ വേദനിപ്പിച്ചു എന്ന് പറയുന്ന പലരും നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന് ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഹീൽ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഹീൽ ചെയ്യാൻ കഴിയോ? എന്താ നിങ്ങൾക്ക് കിട്ടിയൊരു ഇൻസൈറ്റ്? എല്ലാരെങ്കിലും ഇവിടെ ഉണ്ടോ? കഴിയും. ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മൾ ഹീൽ ചെയ്യാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള സംഗതിയോ തെറാപ്പിക്കോ അല്ലെങ്കിൽ മെഡിസിനോ പകരം നിൽക്കുന്ന സംഗതിയോ അല്ല. പക്ഷെ സൈക്കോളജിക്കലി, നമ്മൾ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിലും സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിലും നമ്മുടെ അസുഖം മാറണമെങ്കിൽ, ശരീരം മരുന്നിനോട് പ്രതികരിക്കണമെങ്കിൽ, അല്ലേ, നമ്മുടെ അസുഖം മാറണമെങ്കിൽ പലപ്പോഴും നമ്മുടെ മൈൻഡാണ് ആ ഒരു ക്യൂറിംഗിലേക്ക് നമ്മൾ നയിക്കുന്നതെങ്കിൽ, മനസ്സിന്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു വ്യക്തത മനസ്സിനുള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് നമ്മൾ അക്യൂർ ചെയ്യുമ്പോഴേ നമുക്ക് ക്യൂർ നടക്കുള്ളൂ. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഉണർത്തുന്ന ഒരു കാര്യം, ഉള്ളതിലേക്ക് നോക്കുമ്പോഴാണ് ഇല്ലാത്തതും ഉള്ളതായിട്ട് മാറുന്നത്. ഇല്ലായ്മയിലേക്ക് നോക്കുമ്പോൾ ഉള്ളതും നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇത് നമുക്ക് തന്നൊരു പ്രോമിസ് ആണ്. ഈ പ്രോമിസ് തന്ന ആള് കീപ്പ് ചെയ്യും. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യാം. അപ്പൊ ഇന്ന് മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാം. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കൈ വിരലുകളിൽ എണ്ണി നോക്കിയാൽ, ഇല്ലായ്മയെ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ 10 വിരൽ വേണ്ടി വരൂല എണ്ണിത്ത്. ഇല്ലായ്മ ഒന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ, നമ്പർ 1 എനിക്കില്ലാത്ത എന്തൊക്കെയാ, നമ്പർ 1 2 3, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഉള്ളതിനെ ഞാൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒന്നും വേണ്ട, ആദ്യം ശരീരത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഞാനൊന്ന് കൗണ്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീരൂല. അപ്പൊ 2026 വരികയാണ്, ഒരു പുതിയ വർഷം. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ റംസാനും കാര്യങ്ങളൊക്കെ വരാണ്. അപ്പൊ അതിലേക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഇനിയെങ്കിലും നമ്മളിലെ ഹീലിംഗ് ആയാലും നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ആയാലും നമ്മുടെ ശമനം നമുക്ക് കിട്ടണമെങ്കിൽ, ശമനം എന്ന് പറയുന്ന ക്യൂറിങ് അല്ലെങ്കിൽ ഹീലിംഗ്, അസുഖം ഭേദമാവുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്തേ പറ്റൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എനിക്ക് ഉള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ്. ഒരുപാട് സംഗതികൾ ഉണ്ടാവും. 2026 ആവാൻ 2026 നല്ലൊരു രീതിയിൽ ബിഗിൻ ചെയ്യാൻ. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് 2026 നമ്മളൊരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. വിക്ടോറിയ ഗ്രൂപ്പിൽ നമ്മുടെ ലൈല മാം അതിന്റെ പോസ്റ്റർ അതിന്റെ വോയിസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താ പറയാ, ഈ ഒരു എനിക്ക് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ആണ്, നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു വെളിച്ചം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയാ, ആ ഒരു നോട്ട്, ഉള്ളതിലേക്ക് നോക്കുക, ഇല്ലാത്തതും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു നോട്ടോട് കൂടി വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും എൻക്വയറി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ അസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ ഉള്ള ഗ്രൂപ്പിൽ നമ്മുടെ അഡ്മിൻ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, അവരൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയും സമയം സെഷനിൽ ഇരുന്ന് നിങ്ങളോട് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഫീഡ്ബാക്കോ നിങ്ങൾക്ക് കിട്ടിയ റിഫ്ലക്ഷൻസോ എന്തെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ, ആസ് പാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചാറ്റ് ബോക്സിലോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇനി അതിൽ എന്തെങ്കിലും സംശയങ്ങൾ? ഓക്കെ, ആരെ? സബിത മാം പറയൂ.
ആ താങ്ക് യു. അതന്നെ മെയിനായിട്ട് പറയാനുള്ളത്. ഉം. മാമിന്റെ അടുക്ക് ഇങ്ങനെയുള്ള ക്ലാസ് നമുക്ക് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി ഇപ്പൊ ഇങ്ങനെ കേട്ടൊക്കെ അറിയുമെങ്കിലും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ ഒന്നും കൂടെ അതൊന്ന് ഉറപ്പിക്കാനും കൂടുതൽ ചെയ്യാനൊക്കെ അത് പ്രേരണ ആവുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ബിഗ് താങ്ക്സ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നവരുണ്ടോ ആരെങ്കിലും? താങ്ക് യു മുനീറ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ഒന്നുകൂടെ പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഒരു 5 days അല്ലെങ്കിൽ 21 days വർക്ക്ഷോപ്പ് ഒക്കെ നമ്മുടെ കോഴ്സിൽ വരുന്നവർക്ക് അതിലൊക്കെ അത് കൊടുക്കാറുണ്ട്. അല്ലാതെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമായിട്ട് നിങ്ങളുടെ ഒരു തോട്ട് പാറ്റേൺ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ, ഇപ്പോഴുള്ള തോട്ട് പാറ്റേൺ ഉണ്ടല്ലോ, ഇപ്പോഴുള്ള നമ്മൾ ഇല്ലായ്മയിലേക്ക് നോക്കുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ചേഞ്ച് ആക്കുന്ന രീതിയിൽ നമ്മുടെ തോട്ട് പാറ്റേൺ ഒക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വർക്ക്ഷോപ്പ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ആ വർക്ക്ഷോപ്പിനൊക്കെ കുറച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമൊക്കെ ഉള്ളവർ നമ്മൾ കണക്ട് ചെയ്യാം. എൻ്റെ ഒരു കോണ്ടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും, ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും എന്താ പറയാ, ഒന്ന് കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നും നമ്പറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നമ്മളൊരു വർക്ക്ഷോപ്പ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫോക്കസ് മാറി എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ക്യൂർ ആണ്, പരിഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് പോകാൻ. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട് നമുക്കിന്ന് എന്താ പറയാ, ഒരു 40-45 മിനിറ്റ് കൊണ്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത്. എവറി സാറ്റർഡേ നമുക്ക് സെഷൻസ് ഉണ്ടാവും കേട്ടോ. ഇനി എവറി സാറ്റർഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ സെഷനിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംതിങ്, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തും, എവിടെയെങ്കിലുമൊക്കെ ഒരു കറക്ഷൻസ് നിങ്ങൾക്ക് വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സാറ്റർഡേ സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇതേപോലെ സെഷൻസ് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിലേക്ക് സെഷൻസിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഗ്രൂപ്പിലേക്കൊക്കെ മാക്സിമം ആളുകൾ കൊണ്ടുവരാൻ, സെഷൻ അറ്റൻഡ് ചെയ്യിക്കുക. അപ്പൊ അതിലും നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു ഗ്രേറ്റ്ഫുൾനെസ്, ഒരാൾക്ക് അല്ലെ മനുഷ്യ മനസ്സിന് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇബാദത്തായിട്ട്. മനുഷ്യ മനസ്സിന് സമാധാനം കൊടുക്കുക എന്നുള്ളത് വലിയൊരു ഇബാദത്താണത്. ആ സമാധാനം ഒരു സെഷൻ കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരാളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളും അതിന്റെ ഭാഗമായി. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ സെഷൻസിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് എത്തിക്കാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ഗുഡ് നൈറ്റ്.